ഹലോ, ഇന്ന് എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കുമെന്ന് ആലോചിച്ചപ്പോഴും അമ്മ പറഞ്ഞ ആൻറ്റിയുടെ വീട്ടിൽ മീൻ വെച്ചേക്കുന്നെങ്കിൽ പിന്നെ വായോ നമുക്ക് നേരെ ആൻറ്റിയുടെ വീട്ടിലോട്ട് പോയാലോ. അവിടെ ചെന്നപ്പോഴത്തേക്കൊണ്ടല്ലോ നല്ല ഫ്രഷ് പ്രാച്ചി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ നേരെ അത് വീട്ടിൽ കൊണ്ടുവന്ന് അമ്മ അന്നേരം തന്നെ കട്ട് ചെയ്യാനായിട്ട് ഇറങ്ങി. കാരണം നമുക്ക് ഉച്ചത്തേക്കുള്ള കറിയാണ് കേട്ടോ. അമ്മ നല്ല രീതിയിൽ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. തല നിർത്തിയാണ് അമ്മ അത് കട്ട് ചെയ്തെടുക്കുന്നത്. അമ്മ അത് വൃത്തിയാക്കി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കറിക്കുള്ള കൂട്ടുകളൊക്കെ എടുത്ത് വെച്ചേക്കാവേ. കുറച്ച് കൊച്ചുള്ളി, പച്ചമുളക്, തക്കാളി, പിന്നെ ഇലിമ്പിപ്പുളിയിട്ട പ്രാച്ചിക്കറിയാണ്. നല്ല പോലെ കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പാനിൽ എണ്ണ ഒഴിച്ച് ആ ഉള്ളി അരിയൊന്നും വേണ്ട കേട്ടോ, നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ടിട്ട് തേങ്ങയുടെ ഒന്ന് ചൂടായി വന്ന് ജസ്റ്റ് ഒന്ന് കളറ് മാറി വന്നാൽ മതി കേട്ടോ. ഒരുപാടൊന്നും വാടി വരണ്ട. എന്നിട്ട് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു 2.5 ടീസ്പൂണോളം മുളക് പൊടിയും ഇട്ട് അതിൻ്റെ ഒരു പച്ച മണം മാറുന്നിടം വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ജസ്റ്റ് അറിയാമല്ലോ, നല്ലൊരു ചൂടായി വരുന്ന ടൈം വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് തക്കാളിയുടെ തോല് കളഞ്ഞിട്ടിടണേ. അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴത്തേക്ക് മീനൊക്കെ നല്ല കണ്ടിച്ച് നല്ല ഫ്രഷാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നമുക്ക് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണേ. എന്നിട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ച അരപ്പ് നല്ലപോലെ അരച്ചെടുത്തിട്ട് ഇതിനകത്തൊന്ന് വഴറ്റിയെടുക്കണേ. എന്നിട്ട് ആ മിക്സിയും കൂടെ ഒന്ന് കഴുകി അതിൻ്റെ വെള്ളവും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ തിളച്ചിടുന്ന വരുമ്പോൾ കുറച്ച് ഉപ്പിടണേ. നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മളിവിടെ പരലുപ്പാണ് ഉപയോഗിക്കുന്നത്. അത് വിട്ട് ഇലിമ്പിപ്പുളിയും കൂടി ഇടണേ, എന്നാലേ പുളി ഇറങ്ങത്തുള്ളൂ. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ആ പുളിയെല്ലാം നല്ല രീതിയിൽ ആ മീൻ കറിയിലോട്ട് ഇറങ്ങും. എന്നിട്ട് നമുക്ക് ആ മീനും കൂടെ പറക്കിയിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാവരും ട്രൈ ചെയ്യണേ. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇലിമ്പിപ്പുളിയിട്ട കറി കഴിക്കാനായിട്ട്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ടാറ്റാ ബൈ, സീ യു.